ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 100 rupees ചലഞ്ച്. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ 100 rupees വെച്ചിട്ട് ഇന്ന് സർവൈവ് ചെയ്യണം ഇന്നത്തെ ദിവസം. അപ്പോൾ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡിന്, ഈ വീട്ടിലത്തെ ഫുഡിന് മൊത്തം ഹോട്ടലിലത്തെ ഫുഡിൻ്റെ പ്രൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് ലാസ്റ്റ് പെട്ടെന്ന് തന്നെ പൈസ കഴിയുന്ന ആൾ തോൽക്കും, അല്ലാണ്ട് ലാസ്റ്റ് വരെ നിൽക്കുന്നവർ ജയിക്കും. ഇന്ന് രാത്രി വരെ. ഗായ്സ്, ഇവിടെ ഞാൻ എന്താ ചായ കുടിച്ചിട്ട് എൻ്റെ 10 രൂപേൻ്റെ ചായയാണത്. പുട്ട്. ഈ പുട്ട് എത്ര? ഒരു 20 രൂപ കണക്കാക്കാം അല്ലേ? 20 രൂപൻ്റെ പുട്ടും കഴിക്കുന്നുണ്ട്. പഴമുണ്ട്. അപ്പം ഇത്തിരി, അപ്പം 30. പഴമുള്ളതുകൊണ്ട് 30. ഗായ്സ്, അങ്ങനെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇനി ഫുഡ് കഴിക്കണം. അപ്പം 10 മണിയായി. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത് നോക്കാം. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ ഉള്ളത് നോക്കാം. ഗായ്സ്, ദോശയാണ് കഴിക്കാൻ. 2 ദോശ എടുത്തിട്ടുണ്ട്. 20 rupees അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ബൈ. അപ്പോൾ ഞാൻ ദോശ കഴിച്ചിട്ട് വന്നു 2 എണ്ണം. എൻ്റെ 20 രൂപ മൈനസായി. ഇനി എനിക്ക് ബാക്കി എത്രയുണ്ട്? പുട്ടിന് എത്രയാണ്? പുട്ടും പഴവും 30. കടയിൽ പോലും ഇല്ല. ഇനി എനിക്ക് 70, എനിക്കും 70 ബാക്കി. കാരണം ഞാൻ 2 ദോശ പ്ലസ് ഒരു ചായ. നീ കാപ്പി കുടിച്ചാ രാവിലെ? കാപ്പിക്ക് 15 ആണ്. ഇല്ല, കാപ്പി കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് 70 ഉണ്ട്, ഇവൾക്കും 70 ഉണ്ട്. ഇനി അപ്പോൾ നേരെ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. ശില്പ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ചിലപ്പോൾ കിടന്നുറങ്ങിയാ ഇനി വൈകിട്ട് എണിക്കുള്ളൂ. അപ്പോൾ പറയ്. ഞാൻ ഉച്ചയ്ക്ക് ചോറിനില്ല ഗൈസ്, കാരണം നൈറ്റ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഇന്ന് ഉറങ്ങും ഫുള്ള്. പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കണം എന്തായാലും. ബൈ. പിന്നെ വിശക്കില്ല. ചിലപ്പോൾ ചോറ് തന്നെ കഴിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പക്ഷേ ഗായ്സ്, ഉച്ചയ്ക്ക് ചോറിന് ഹോട്ടലിലൊക്കെ 50-60 രൂപയൊക്കെ കാണാം. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ ടെൻഷൻ. ഇനിയാണെങ്കിൽ 70 രൂപ എനിക്ക് ബാക്കിയുള്ളൂ. ഇവൾക്ക് 70. ഇവള് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് അറിയില്ല. എൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്. എന്താ അറിയോ? എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ഞാൻ വനിതാ ക്യാൻറ്റീനത്തെ ഫുഡാണ് കഴിക്കണത്. അതാകുമ്പോൾ 20 rupees ഉള്ളൂ ചോറിന്. എന്താ നിൻ്റെ അഭിപ്രായം? നല്ലതന്നെ. അതാകുമ്പോൾ നിനക്ക് ഇത്തിരി ചോറ് കഴിക്കാം. അയ്യേ, ഞാൻ കഴിക്കില്ല. എനിക്കെന്തായാലും കഴിക്കണം. ഞാൻ വനിതാ ക്യാൻറ്റീനത്തെ ചോറാണ് ഗൈസ്. അപ്പോൾ 20 rupees. ആ, വനിതാ ക്യാൻറ്റീനിൽ പിന്നെ എത്ര രൂപയാണ്? 50. ഞാൻ വനിതാ ക്യാൻറ്റീനാണ് കഴിക്കുന്നത്. ഇല്ല, വനിതാ ക്യാൻറ്റീനിൽ കഴിച്ചാൽ 20 രൂപയേ ഉള്ളൂ. അപ്പോൾ 20 രൂപ നമുക്ക് പറ്റും. 20 രൂപ ഗൈസ്. എന്ത് ഇങ്ങനെ പോയാലും ഒരു പഴത്തിന് 10 ആവില്ല. എന്താണ് നിന്റെ പുട്ടിന് 30 ആയിട്ടുണ്ട്? ഇല്ല, പുട്ടിന് എന്തായാലും 20 ആവുള്ളൂ. 20 അല്ല. ഇവൻ 2 ദോശ ഒരു ചായ കുടിച്ചിട്ട് 30. ഞാനൊരു പുട്ടും, ഒരു പുട്ടല്ല, ഒരു മുറി പുട്ടും ഒരു എന്താ മറ്റേ ചെറുപഴം കഴിച്ചതിന് 30. ആ, പുട്ടിന് റേറ്റ് കൂടുതലാണ് ഇവിടെ. വേണ്ടില്ല. എന്തായാലും രണ്ടുപേർക്ക് ഇനി 70 ഉണ്ടല്ലോ ബാക്കി. നിന്റെ ഫുഡിന് നിനക്ക് 20 രൂപയുള്ളൂ. അതിനേക്കാളും വലിയ എന്റെ പുട്ടും പഴത്തിന്. ആ, പുട്ടും പഴം പിന്നെ വെറുതെ കിട്ടില്ലല്ലോ. എന്താ പാടില്ല. ഞാൻ കിടക്കാൻ പോണപ്പോ. ബൈ ഗൈസ്. ഇനി ഇത് നിൽക്കില്ല എപ്പോഴൊന്നും. അതുകൊണ്ട് എൻ്റെ മാത്രം ഇനി നഷ്ടം വരും. നീ നൈസിൽ ഉറങ്ങിയിട്ട് തീർക്കാനല്ലേ? വൈകിട്ട് എണിച്ചിട്ട് എന്താ ബിരിയാണി കഴിക്കാനാ ബാക്കി? ശരി. ഞാനിപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് വന്നു. ഇപ്പോൾ ചായ കുടിക്കുന്ന സമയമാണ്. 11 മണിയായി. പക്ഷെ നല്ല വിശപ്പുണ്ട്, കുടിക്കണില്ല. നമ്മുടെ ബഡ്ജറ്റ് കമ്മിയായി വരികയാണ്. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം, നൈറ്റ് വരെ എത്തിക്കണ്ടേ. അപ്പോൾ ചായ കുടിക്കണില്ല എന്ന് വെച്ചു. ശില്പ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കാണാം ഗായ്സ്. അപ്പോൾ ഉച്ചയായി. ശില്പ എന്താ ഉറങ്ങുകയാണ്, എണീച്ചിട്ടില്ല. ഞാൻ അപ്പോൾ പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ചോറുണ്ടാനാണ് പ്ലാൻ ഗായ്സ്. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറാണ് എടുത്ത്. കറി വേറെ എന്തോ കറിയാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ നെല്ലിക്ക എടുത്തു. പൊതുവേ ഓംലേറ്റ് ഉണ്ടാക്കലാണ് പതിവ്, കറി ഇഷ്ടമല്ലേ. പിന്നെ നമ്മുടെ ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തു. അപ്പോൾ 20 rupees കൂടെ പോയി ഗായ്സ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇന്ന് 70 rupeesന്ന് 20 rupees കൂടെ പോയിട്ടുണ്ട്. ഇനി 50 rupees ബാക്കിയുള്ളൂ. പിന്നെ നേരെ പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് ചായ കുടിക്കുമ്പോൾ എണിക്കുക. ബായ്. ഇല്ലെങ്കിൽ വീണ്ടും വിശക്കും ഗൈസ്, അതുകൊണ്ടാണ് ഗായ്സ്. അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇതാ ചായ 10 രൂപ മൈനസായി എൻ്റെ. ശില്പ അവിടെ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ശില്പ അവിടെ നിന്ന് കാപ്പിയും ബിസ്ക്കറ്റും 20. കാപ്പി 10. കാപ്പി 15. ഞങ്ങളുടെ ഹക്കീമിന്റെ കടയിൽ 10.
15 രൂപ കാപ്പി 10 രൂപയുടെ കാപ്പി പക്ഷെ ഞാൻ കുടിക്കണത് 10 രൂപയും ബിസ്ക്കറ്റിന് എന്ത് 3 എണ്ണത്തിനും 20. പിന്നെ അവക്കെന്നാ ഒക്കെ കൂടി 15. അപ്പൊ എത്ര ഇനി മൈനസ് നിനക്ക് ബാക്കി 70 15 പോയി എത്രയാണ് അത്ര 55. എനിക്ക് ഇനി 40 റുപ്പീസ്. ഞാൻ ഉച്ചക്കേ കഴിച്ചിട്ടില്ല. ഇനി നല്ല വിശപ്പ്. ശില്പ സേവിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാണ്ട്. ഫുഡല്ല പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒന്നും കഴിക്കാണ്ട്. ഞാനിപ്പോ ഇപ്പി ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പൊറോട്ട വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഹോട്ടലിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഹായ് ഗൈസ്, ഞാൻ മാഗി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 55 രൂപ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ എനിക്ക് എനിക്ക് മുട്ടക്കറിയും പൊറോട്ടയും കഴിക്കാം രാത്രി. എനിക്ക് 30 രൂപ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പൊറോട്ടയും പിന്നെ ഫ്രീ കിട്ടുന്ന ചാറും. ആ ശരി, ഓക്കെ. അങ്ങനെ ഞങ്ങളിപ്പോൾ പൊറോട്ട കഴിക്കുകയാണ്. ഈ മുട്ടൻ്റെ മഞ്ഞ എനിക്ക് അച്ഛൻ തന്നു. ശില്പ ഇവിടെ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചോണ്ടിരിക്കണം. ഗായ്സ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ഇനിയില്ല 10 റുപ്പീസ് ബാക്കിയുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ എത്ര ഉണ്ടാവും? കുറെ ഉണ്ടാവും. നിനക്കില്ല. നിന്റെ 55 ഞാന് 55-ന് 30 പൊറോട്ടയും പിന്നെ ഒരു മുട്ടക്കറിയും 25-ന്റെ. പൊറോട്ട നീ എത്ര പൊറോട്ട? ഞാൻ ഒറ്റ പൊറോട്ട. അപ്പൊ 15 അല്ലേ? 15 പ്ലസ് 25 മുട്ടക്കറിയും 15, 20, 30, 40. ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല. ആകെ കഴിച്ചത് മുട്ടയാണ്. ആ മുട്ടേന്റെ വില ആ ചാറും ഉണ്ട്. മുട്ടയ്ക്ക് ഒരു 5-6 രൂപ എന്ന് വെച്ചോ. അയ്യ, അങ്ങനെയല്ല, അങ്ങനത്തെ അല്ല. ഇനി എനിക്ക് 15 ഉണ്ട് ബാക്കി. എനിക്ക് 10 മുട്ടയ്ക്കും ഇല്ല. ഒരു 3 രൂപ കറിക്ക്. ഞാൻ 10 രൂപ കറിക്ക് ഇതെന്ത് കറി? 15ഉം 10ഉം 25 രൂപ എനിക്ക് ആയിട്ടുള്ളൂ. ബാക്കി ഇല്ല. 25 പോയാൽ 55 ഇല്ല ഗായ്സ്, ഇവൾക്ക് മുട്ടക്കറി ഒന്നിന് 25. 30 രൂപ ഇനി എനിക്ക് ബാക്കി. കടയിൽ പോയ ഒരു മുട്ടക്കറിക്ക് 30 രൂപയാണ്. ഞാൻ ഇത് ഇവര് 25-നാക്കി. പിന്നെ ഒരു പൊറോട്ട 25 പ്ലസ് 15 30 40. പിടിങ്ങി തിന്നു. ഇല്ല ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ആ മഞ്ഞക്കരുവല്ല, അത് അച്ഛൻ തന്നാണ് ഗൈസ്. അപ്പൊ ഇത്രയാണ് കണക്ക്. ഇവൾക്ക് ഇനി ബാക്കി 15 ഉണ്ട്. എനിക്ക് 10 ഉണ്ട്. അപ്പൊ ഞാൻ 80 രൂപയ്ക്ക് ജീവിച്ചു ഗൈസ് ഇന്ന്. എനിക്ക് 10 ഉണ്ട്. ഇവൾക്ക് 5 അത്ര 15 ഉണ്ട്. പോയി ഗൈസ്. ഒന്നും ഇല്ല എന്ന് പറയാനില്ലാണ്ട് ഇപ്പൊ പോയിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് ഒന്നുമല്ല, ഞാൻ ഇപ്പൊ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാരണം എനിക്ക് 10 രൂപ. ശരി, നിങ്ങൾ കമന്റ് ചെയ്യാം ഗൈസ്. എനിക്ക് പാരൻസ് 10 ഉണ്ട്. ഇവൾക്ക് 15. അതൊന്നും പറ്റില്ല ഗൈസ്, ഇങ്ങനെയാണ് കാര്യം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ് ആരാ ജയിച്ചിട്ടുള്ളതെന്ന്. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.